എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. ആ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കണ്ടോ, ഏതൊരു ഇന്റർവ്യൂവിനും ഇങ്ങനത്തെ ഒരു ചോദ്യം വരാറുണ്ട്. നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്നുള്ളൊരു ചോദ്യം. നമുക്ക് ബാക്കി കണ്ടിട്ട് ഇതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം അല്ലേ? അറിയില്ല. പൊട്ടിപ്പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞുകൂടാ ഇവിടെ വരെ എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതട സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ അടുത്ത ആളെ വിളിക്കാൻ മാത്തച്ഛൻ അടുത്ത ആളെ വിളിക്കുന്നതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയാം. ഏകദേശം ഒരു 4000 വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ 2024 ആയിട്ടുണ്ടല്ലോ, അതിലോട്ട് ഒരു 2000 അല്ലെങ്കിൽ ഒരു 3000 ഒക്കെ കൂട്ടാൻ പറ്റാവുന്നേ ഉള്ളൂ. അങ്ങനെ അന്ന് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റിവർ ഇൻഡസ് ഒഴുകുന്നുണ്ടായിരുന്നു, സിന്ധു നദി. അതിന് ചുറ്റുവട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാനും ചില സിറ്റികൾ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എർബണൈസേഷൻ കൂടിയാണ്, നഗരവൽക്കരണം കൂടിയാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അന്ന് ലോകത്ത് വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില സിവിലൈസേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, പിന്നെ ചൈനീസ് സിവിലൈസേഷൻ, അവസാനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്ന സിന്ധു നദീതട സംസ്കാരം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ആദ്യത്തെ ഒരു നഗരവൽക്കരണം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, അന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മെറ്റൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആയിരുന്നു. അതുകൊണ്ട് ഇതിനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നുകൂടെ വിളിക്കാറുണ്ട്. അന്ന് ഇരുമ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ് റിവറിന്റെ ചുറ്റുവട്ടത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പോഷക നദികളിലൊക്കെ ആയിട്ട് ഒരുപാട് സിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിരുന്നു ഹാരപ്പ. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട്. അങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്നു മോഹൻജുദാരോ. പിന്നെ ഗുജറാത്തിലോട്ട് വരുന്ന സമയത്ത് ലോത്തൽ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ടായിരുന്നു. അവിടെയാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യന്മാർ ഒരു മനുഷ്യനിർമ്മിത തുറമുഖം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ അവിടുന്ന് ചെസ് പ്ലേയിങ് ബോർഡൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതും കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 100 വർഷം ആവുന്നുള്ളൂ. ഇതിന്റെ ഒരു എക്സ്കവേഷനും പഠനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ചില ഹിസ്റ്റോറിക്കൽ സീനുകൾ വെച്ചിട്ട് നമുക്ക് ചില ചരിത്രങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ കൂടെ കൂടുക. ഓക്കെ.